ഈ വീഡിയോ കാണുന്ന ഏവർക്കും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാവരെയും IAGM യക്കോബിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഒട്ടേറെ വീഡിയോകൾ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് ഈ ലോകത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന ലോക ഏകാധിപതിയായിരിക്കുന്ന എതിർക്രിസ്തു അവനെ എങ്ങനെയാണ് അടയാളം കാണുന്നത്, എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചു. ആ വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേക എൻ്റെ സ്നേഹവന്ദനവും നന്ദിയും രേഖപ്പെടുത്തുന്നു. വിശേഷാൽ IAGM യക്കോബിൽ വരുന്ന എല്ലാ വീഡിയോകളെയും കണ്ട് സത്യത്തെ ഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകമായുള്ള എൻ്റെ നന്ദി. യേശുക്രിസ്തുവിന് വരുന്ന മുൻപ് ഈ ലോകത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന എതിർക്രിസ്തുവിനെ എങ്ങനെയാണ് അടയാളം കാണുക എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഒന്നാം ഭാഗത്തിൽ അവൻ്റെ സ്വഭാവങ്ങളിലൂടെ എതിർക്രിസ്തുവിനെ ഏകദേശ രൂപം മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അറിയുവാൻ കഴിയും എന്നതിനെ തിരുവചനത്തിലൂടെ ഏകദേശം 10 കൂട്ടം കാര്യങ്ങളെ ആ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചു. എതിർക്രിസ്തുവിനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നത്? ഒന്ന്, അവന്റെ സ്വഭാവങ്ങളിലൂടെ. രണ്ടാമത്തത്, എതിർക്രിസ്തുവിനെ അടയാളം കണ്ടെത്തുന്നത് അവന്റെ പ്രവർത്തികളിലൂടെ. ലോകത്തിൽ അവൻ വെളിപ്പെടുമ്പോൾ ഏതൊക്കെ പ്രവർത്തികളിലൂടെയാണ് നമുക്ക് അവനെ ഏകദേശ രൂപം തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതിനെ ചില തിരുവചന ഭാഗങ്ങളിലൂടെ നിങ്ങളോടുകൂടെ ഞാൻ പങ്കുവയ്ക്കാം. കാരണം ക്രിസ്ത്യാനികൾക്കും പ്രത്യേക ആത്മീയ ഗോളത്തിലുള്ളവർക്കും പ്രവചന ഭാഗങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയാത്തവർക്കും ഈ എതിർക്രിസ്തു ആരായിരിക്കും, എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, ഒരറിവ് അവർക്ക് അധികം കാണുവാൻ സാധ്യതയല്ല. അവന്റെ അടയാളങ്ങളെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവൻ വെളിപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതും എതിർക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് നാം രക്ഷപ്രാപിപ്പാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും കൂടുതലായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ വരവിന് നമുക്ക് ഒരുങ്ങുവാൻ കഴിയും ചെയ്യും എന്നുള്ളതാണ് സത്യാവസ്ഥ. തിരുവചനത്തിലൂടെ എതിർക്രിസ്തുവിന്റെ പ്രവർത്തികൾ എങ്ങനെ, ആ പ്രവർത്തികളിലൂടെ എങ്ങനെയാണ് നമുക്ക് അവനെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്? ഒന്നാമത്തത്, എതിർക്രിസ്തു ഈ ലോകത്തിൽ വെളിപ്പെടുമ്പോൾ സമാധാനപരമായി ഈ ലോകത്തിൽ വെളിപ്പെടുമെന്ന് പ്രവചനാത്മാവിൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആധാരമായി വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യത്തിൽ, കുഞ്ഞാട് മുദ്രകൾ 1 പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ 1 ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. തിരുവചന വേദപഠിതാക്കൾ വിശ്വാസികൾക്ക് ഏകദേശ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ 6-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ എതിർക്രിസ്തു വെളിപ്പെടുന്ന പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമെന്ന് എല്ലാവർക്കും അറിയാം. വെളിപ്പാട് പുസ്തകത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. 1-ാം അധ്യായം നീ കണ്ടത് എന്ന് വെച്ചാൽ യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ ദൈവം അവനെ കാണിച്ചു കൊടുത്ത ദർശനം. അപ്പോൾ അവൻ കണ്ടത് 1-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ അദൃശ്യനായ ക്രിസ്തുവിനെ അവൻ ദർശിച്ചു. അത് നീ കണ്ടതെന്നാണ്. എന്നാൽ 2-3 അധ്യായങ്ങൾ യേശുമേനിലുള്ള 7 സഭകളെക്കുറിച്ചും ഓരോന്നിനുമുള്ള ദൈവിക അള്ളപ്പാടുകൾ ദൂതുകളെക്കുറിച്ചും
നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 സഭകളെ കുറിച്ച് പറഞ്ഞിരുന്നാലും അത് 7 സഭ കാലഘട്ടങ്ങളാണ് എന്നുള്ളത് എല്ലാ വേദപണ്ഡിതന്മാരും സമ്മതിക്കുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതുമായ സംഭവങ്ങളാണ്. ഒന്നാമത്തെ സഭ എഫെസോസ് സഭയാണ്. എഫെസോസ് സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 1 മുതൽ 170 വരെ. രണ്ടാമത്തെ സഭ സ്മിർന സഭ. സ്മിർന സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 170 മുതൽ 313 വരെ. മൂന്നാമത്തേത് ബെർഗമൂസ് സഭ. ബെർഗമൂസ് സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 313 മുതൽ 606 വരെ. നാലാമത് തുയത്തീര സഭ. തുയത്തീര സഭയുടെ കാലഘട്ടം AD 606 മുതൽ AD 1520 വരെ. അഞ്ചാമത്തത് സർദീസ് സഭ. സർദീസ് സഭയുടെ കാലഘട്ടം AD 1520 മുതൽ AD 1750 വരെ. ആറാമത്തത് ഫിലദൽഫിയ സഭ. ഫിലദൽഫിയ സഭയുടെ കാലഘട്ടം AD 1750 മുതൽ AD 1900 വരെ. ഏഴാമത്തെ സഭ ലവോദിക്ക സഭ. ഈ ലവോദിക്ക സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 1900 മുതൽ ഇന്ന് വരയ്ക്കും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി കർത്താവിന്റെ വരവ് വരയ്ക്കും ഈ കാലഘട്ടം ദീർഘിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ലവോദിക്ക സഭയുടെ കാലഘട്ടമാണ്. 4-ാം അധ്യായത്തെ വായിച്ച് നോക്കുമ്പോൾ പല വേദപണ്ഡിതന്മാരും സഭാ നേതാക്കന്മാരും വേദപഠിതാക്കളും വിശ്വാസികളും ഈ 4-ാം അധ്യായത്തെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ലവോദിക്ക സഭയുടെ കാലഘട്ടം തീർന്ന ഉടൻ തന്നെ രഹസ്യവരവ് അല്ലെങ്കിൽ ഉൾപ്രാവണം നടക്കുന്ന സംഭവത്തെയാണ് 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. ഈ കേരളക്കര എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും അധികം വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നിരിക്കുന്ന ഒരു കൊച്ചു പ്രദേശമാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ തിരുവചന പഠിതാക്കളായിരിക്കുന്ന പ്രത്യേകമായ ആത്മീയ കോളത്തിൽ തന്നെ തിരുവചനങ്ങളെ വ്യക്തമായി പഠിക്കുകയും ചെയ്യുന്ന വേദപണ്ഡിതന്മാരായ ധാരാളം ദൈവദാസന്മാർ മുൻപും ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അവർ തിരുവചനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ അവർ ഈ തിരുവചന സത്യങ്ങൾ ലിറ്ററലി അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിലുള്ള സംഭവങ്ങളെയും ആത്മീക സംഭവങ്ങളെയും വ്യാഖ്യാനിക്കേണ്ട സംഭവങ്ങളെയും തിരിച്ചറിയാൻ കഴിയാതെ ഈ 4-ാം അധ്യായത്തിൽ രഹസ്യവരവ് അല്ലെങ്കിൽ ഉൾപ്രാവണം സംഭവിച്ചു കഴിഞ്ഞു എന്ന് വ്യാഖ്യാനിക്കുന്നതിന്റെ അർത്ഥം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും ഈ ആത്മീയ ഗോളത്തിൽ ഉന്നതന്മാരായ വേദപണ്ഡിതന്മാർക്ക് ഈ സത്യം മനസ്സിലാകാതെ പോകുന്നു എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ്. പ്രിയമുള്ളവരെ, ഈ 4-ാം അധ്യായം എന്ന് പറയുന്നത് രഹസ്യവരവിനോട് അല്ലെങ്കിൽ ഉൾപ്രാവണത്തോടുകൂടെ ബന്ധപ്പെട്ട വിഷയമല്ല. മറിച്ച് യോഹന്നാന് ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി ഇവിടേക്ക് കയറി വരിക എന്ന് അവനോട് പറഞ്ഞ് അവനെ ആത്മവിവശതയിലാക്കി ആത്മാവിൽ സ്വർഗീയ കാഴ്ചകളെ ഭാവി സംഭവങ്ങളെയും വെളിപ്പെടുത്തി കൊടുക്കുന്ന സംഭവമാണ്. വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാണ് അവനെ ഇവിടേക്ക് കയറി വരിക എന്ന് അവനോട് പറയുന്നത്. അല്ലാതെ സഭ ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സവിസ്താരം മനസ്സിലാക്കണമെങ്കിൽ ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്ത പല വീഡിയോക്കളും അത് IAGM എക്കോ എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സപ്പോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീണ്ടും സംശയം വരികയാണെങ്കിൽ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നോട് നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏത് രാത്രിയായിരുന്നാലും പകലായിരുന്നാലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ആല നടത്തുകയും ചെയ്യുന്ന സമയങ്ങൾ ഒഴികെ
മറ്റുള്ള ഏത് സമയത്താരും നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം, സംശയങ്ങളെ നിങ്ങൾക്ക് അതിനെ ക്ലിയർ ചെയ്യുവാൻ ഇടയാകും. അല്ല, തിരുവചനങ്ങളെ നമുക്ക് കോട്ടി മറച്ച് ഈ കാലഘട്ടത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ജനം സത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ആര് പറയുന്നതാണ് കേൾക്കണം, ആര് പറയുന്നത് യാഥാർത്ഥ്യമായത് എന്നുള്ള കൺഫ്യൂഷൻ, ഒരു കുഴഞ്ഞ അനുഭവങ്ങൾ കടന്നു വരികയും ജനം സത്യത്തിൽ നിലനിൽക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് സത്യത്തെ തിരുവചനത്ത് വെളിച്ചത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ഈ നാളുകൾ മുതിർന്നത്. അപ്പോൾ 4-ാം അധ്യായം രഹസ്യവരവ് അല്ലെങ്കിൽ ഉത്പ്രാവണം നടന്ന സംഭവത്തെ അല്ല 4-ാമത്തിൽ പറഞ്ഞിരിക്കുന്നത്. 4-ാം അധ്യായം സ്വർഗത്തിൽ അവനെ ആത്മവിവശതയിലാക്കി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആത്മവിവശതയിലാക്കുന്നത് ഉത്പ്രാവണത്തിന്റെ അടയാളം എങ്കിൽ, ആവർത്തിക്കാം, അവൻ ആത്മവിവശതയിലായി എന്ന് പറയുന്നത് ഉൾപ്രാവണത്തിന് നിഴലായിരിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ, ഉൾപ്രാവണം ഈ വാക്കനുസരിച്ച് 4 പ്രാവശ്യം ഉണ്ടെന്ന് ഞാൻ തെളിയിക്കേണ്ടി വരും. 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പത്മോസ് ദ്വീപിൽ അവനായിരുന്നപ്പോൾ കർത്തർ ദിവസത്തിൽ ആത്മവിവശനായി എന്ന് 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കാണാം. അപ്പോൾ ഉൾപ്രാവണം 1 പ്രാവശ്യമായി. ഇനി 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവനെ കരേറി പോകുവാനായി വിളിക്കുകയാണ്. ഉടൻ അവൻ ആത്മവിവശതയിലായി. ഈ ആത്മവിവശതയിലായി എന്ന് പറയുന്നത് ഉൾപ്രാവണമെങ്കിൽ ഈ 4-ാമത്തെ 2-ാം വാക്യത്തിൽ ഉൾപ്രാവണം 2 പ്രാവശ്യമായി. ഇനി 3-ാമത്തത് 17-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും അവൻ എന്നെ ആത്മവിവശതയിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നതാണ്. വിവശനായി എന്ന് പറയുന്നത് ഉൾപ്രാവണമെങ്കിൽ 17:3 പ്രകാരം ഉൾപ്രാവണം 3 പ്രാവശ്യമായി. തീർന്നില്ല. ഇനി അതേ വെളിപ്പാട് 21-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവന് പുതിയ യെരൂശലേമിനെ ദൈവം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ ആത്മവിവശതയെ ഉയർന്നതോർ മലയിലേക്ക് കൊണ്ടുപോയി എന്ന് എഴുതിയിരിക്കുകയാണ്. ആത്മവിവശതയിലായി എന്ന് പറയുന്നത് ഉൾപ്രാവണമായെങ്കിൽ 21:10 പറഞ്ഞിരിക്കുന്നതും ഉൾപ്രാവണമായിരിക്കണം. അങ്ങനെ ഉൾപ്രാവണം 4 പ്രാവശ്യം എന്ന് പറയേണ്ടി വരും. സമ്മതിക്കുമോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, 1:10, 4:2, 17:3, 21:10 വെളിപ്പാട് പുസ്തകത്തിലെ ഇത്രയും ഭാഗങ്ങളിൽ ആത്മവിവശത എന്ന് പറയുന്നത് ഉൾപ്രാവണം അല്ലെങ്കിൽ രഹസ്യവരവെന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ 4 പ്രാവശ്യം ഉൾപ്രാവണം സംഭവിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ ഇപ്പോൾ തെളിയിച്ചതാണ്. നിങ്ങൾ മറുപടി പറയേണ്ടി വരും. പറയുമോ മറുപടി? പറയാൻ കഴിയുകയില്ല. വിട്ടികളാകരുത്. വചനങ്ങളെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് ആത്മാവിന്റെ ബലത്തോടുകൂടെ സഹായത്തോടുകൂടെ വചനങ്ങളെ വ്യാഖ്യാനിച്ച് ലിറ്ററലി അക്ഷരാർത്ഥത്തിലുള്ള അക്ഷരാർത്ഥവും നിഴലും പൊരുളുമായി ഉള്ളത് നിഴലും പൊരുളുമായും വ്യാഖ്യാനിക്കേണ്ട ഭാഗത്ത് വ്യാഖ്യാനിച്ചും തിരുവചനങ്ങളെ പഠിപ്പിക്കുന്നതാണ് ദൈവമക്കളായ നമുക്ക് എല്ലാവർക്കും ഉചിതമായ കടപ്പാടെന്ന് പറയുന്നത്. എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായവും 5-ാം അധ്യായവും സ്വർഗീയ ദർശനങ്ങളെ മാത്രമല്ല ഭാവിയിൽ നടക്കുന്ന സംഭവങ്ങളെയും വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിൽ 4-ാം അധ്യായം 5-ാം അധ്യായവും സ്വർഗീയ കാഴ്ചകളെയാണ്, ദ സീനറി ഓഫ് ദ ഹെവൻ, സ്വർഗീയ കാഴ്ചകളെയാണ് ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നെ വരുന്നത് 3 പ്രധാന സംഭവങ്ങളാണ്. അതിൽ 6-ാം അധ്യായത്തിൽ ആരംഭത്തിൽ വരുന്നത് 7 മുദ്ര. ഈ 7 മുദ്രയുടെ കാലത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ ആദ്യ സംഭവം നമ്മുടെ വായിച്ചത്
കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, എതിർക്രിസ്തു സ്വഭാവങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇനി അവന്റെ പ്രവൃത്തികളിലൂടെ അവനെ തിരിച്ചറിയാൻ കഴിയും. അതിൽ ഒന്നാണ്, അവൻ സമാധാനപരമായി അവൻ ഭരണത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും എന്നാണ് പ്രവചനാത്മാവിൽ ഈ ഭാഗത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏകദേശമുള്ള എല്ലാ വേദപണ്ഡിതന്മാരും സമ്മതിക്കുന്ന, പറയുന്ന, പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ ഈ എതിർക്രിസ്തു വെളിപ്പെടുന്നത് വെള്ള കുതിരപ്പുറത്തെന്നാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം വെള്ളക്കുതിരയിൽ പ്രത്യക്ഷപ്പെടുന്ന 2 പേരെ കുറിച്ച് കാണാൻ കഴിയും. ഒന്നാമത്തത് യേശു ക്രിസ്തുവാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേര്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. വെള്ളക്കുതിരപ്പുറത്ത് 19-ാം അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് യേശു ക്രിസ്തു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ 2 വെള്ളക്കുതിരപ്പുറത്ത് പുറപ്പെടുന്നവർക്കുള്ള വ്യത്യാസം, ഒന്ന്, യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവൻ നീതിയോട് വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നവൻ. 2, അവൻ വിശ്വസ്തനും സത്യവാനുമായി ദൈവം എന്നും അവന്റെ കണ്ണ് അഗ്നിജ്വാല പോലെ ഇരിക്കുന്നെന്നും താഴോട്ടുള്ള ഭാഗങ്ങളിൽ അവന്റെ രൂപത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒരു വെള്ളക്കുതിരയെ കണ്ട് അതിന്മേൽ ഇരിക്കുന്നവന് കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. കിരീടം കൊടുക്കപ്പെട്ടു, ലഭിച്ചു. യേശുക്രിസ്തു വരുമ്പോൾ അനവധി കിരീടങ്ങൾ ധരിച്ചവനായി കടന്നു വരുന്നു. ഇനി അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു എന്ന് എതിർക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. എന്നാൽ യേശുക്രിസ്തു രാജാതി രാജാവും കർത്താതി കർത്താവുമായി ഇറങ്ങി വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 2ഉം വ്യത്യസ്ത അനുഭവമാണ്. ക്രിസ്തുവിന് നേരെതിരായി പ്രവർത്തിക്കുന്നവൻ, അതാണ് എതിർക്രിസ്തു. അപ്പൊ എതിർക്രിസ്തു വെള്ള കുതിരപ്പുറത്ത് കയറി വരും. ഈ വെള്ള കുതിര വെളിപ്പെടുത്തുന്നത് സമാധാനപരമായി, ഇത് എല്ലാവരും ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. വെള്ള പതാക, വെള്ള കുതിര, ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് സമാധാനത്തിന് അടയാളമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എതിർക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ യുദ്ധങ്ങളിലൂടെ മാത്രമല്ല, അവൻ സമാധാനപരമായി അവൻ ഭരണമേറ്റ് കടന്നു വരുന്നവനായിരിക്കും എന്നാണ് ആ വെള്ളക്കുതിരയെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തുന്നത്. ഒന്ന്, അവൻ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്നു. രണ്ടാമത്തത്, അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാൽ വില്ലുണ്ടെങ്കിൽ ഒരമ്പും കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷെ ഇവന്റെ കയ്യിൽ വില്ലുണ്ട്, അമ്പില്ല. പഴയ കാലത്തിൽ രാജാക്കന്മാരായിരുന്നാൽ അതിനു മുൻപുള്ള കാലത്തായിരുന്നാലും യുദ്ധത്തിനു വേണ്ടി മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഒരു യുദ്ധോപകരണമാണ് വില്ലും അമ്പും. പഴയ നിയമത്തിൽ അധികവും നമുക്കതിനെ കാണാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ കാലത്തിന് ശേഷവും ഇന്ത്യ മഹാസാമ്രാജ്യത്തിലും വില്ലും അമ്പും കൊണ്ട് യുദ്ധം ചെയ്ത ഒരു കാലഘട്ടങ്ങൾ രാജാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്ര പഠിതാക്കൾക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം. പറഞ്ഞു വന്നത് വില്ലും അമ്പും, വില്ല് യുദ്ധ ഉപകരണത്തെയാണ് കാണിക്കുന്നത്, അമ്പും യുദ്ധ ഉപകരണത്തെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് വെള്ളക്കുതിരപ്പുറത്ത് മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ
വില്ലുണ്ട്, അമ്പില്ല. വില്ല് യുദ്ധമാണ്, പക്ഷെ അമ്പില്ല. യുദ്ധം ചെയ്താലും അവൻ സമാധാനപരമായി നുഴഞ്ഞു കയറുന്ന ഒരു സ്വഭാവമുള്ളവനായിരിക്കും. അമ്പില്ലാത്തതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് സമാധാനപരമായി നുഴഞ്ഞു കയറിയാലും തന്ത്രപൂർവമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ, തന്ത്രമായി അവൻ രാജ്യത്തെ പിടിച്ചടക്കുന്ന ഒരു അനുഭവത്തെയാണ് ഈ ഭാഗത്ത് വ്യാഖ്യാനിക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, അവന് ഒരു കിരീടവും ലഭിച്ചു, കിരീടം കൊടുക്കപ്പെട്ടു. ഈ കിരീടം എന്ന് പറയുന്നത് രാജഭരണം, ഭരിക്കുന്ന രാജാവിന് കൊടുക്കുന്നതാണ് രാജകിരീടം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ കിരീടം ഇവൻ ഉള്ളതല്ല. യേശു രാജാതി രാജാവായി ജനിച്ചവനാണ്. എന്നാൽ ഇവൻ രാജാവായി ജനിച്ചവനല്ല. എല്ലാവരും കൂടെ ചേർന്ന് ഒരു രാജപദവി, ഭരിക്കാനുള്ള അധികാരം അവന് കൊടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കിരീടം അവന് ലഭിച്ചു, കൊടുക്കപ്പെട്ടു. അത് എങ്ങനെയാണ് അവൻ ലഭിച്ചു എന്നുള്ളതിന് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 12-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും. നീ കണ്ട 10 കൊമ്പ്, 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താൻ. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. അടുത്ത് ശ്രദ്ധിക്കണം. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുത്ത്. അതാണ് 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നത്. കിരീടം ലഭിച്ചു, കിരീടം കൊടുക്കപ്പെട്ടു. റോമ സാമ്രാജ്യത്തിന്റെ പിൻതുടർച്ചയായി വരുന്ന ഭരണം, അതിൽ 10 രാജ്യങ്ങൾ അല്ലെങ്കിൽ 10 നേതാക്കന്മാർ ചേർന്ന് ഒരു ഫെഡറേഷൻ രൂപീകരിക്കുകയും ഈ 10 രാജ്യ നേതാക്കന്മാർ ലോകത്തെ മുഴുവനും ഭരിക്കുവാൻ വേണ്ടിയുള്ള അധികാരത്തെ തങ്ങളിൽ നിന്ന് എതിർ ക്രിസ്തുവിന് അവർ കൊടുക്കുന്നു. അതാണ് കിരീടം കൊടുക്കപ്പെട്ടു, കിരീടം ലഭിച്ചു. അതേ കാര്യത്തിൽ തന്നെ 17-ാം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു. അപ്പോൾ എതിർ ക്രിസ്തുവിന് ഈ ഭരണം അവന് കിരീടമായി ലഭിക്കുവാൻ വേണ്ടി യാദർച്ഛികമായി നടക്കുന്ന സംഭവമല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെതായ പദ്ധതിയിൽ ഉൾപ്പെട്ട് ദൈവം അവന് രാജത്വം കൊടുക്കുവാൻ വേണ്ടി, കിരീടം കൊടുക്കുവാൻ വേണ്ടി ഈ 10 രാജാക്കന്മാരുടെ ഹൃദയങ്ങളിൽ തോന്നിപ്പിച്ചു. ദൈവം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്നാണ് അർത്ഥം. 4-മത്തെ അവന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ യുദ്ധം ചെയ്യും. നമ്മുടെ അറിവിൽ ഉൾപ്പെട്ടു പറഞ്ഞാൽ യുദ്ധങ്ങളെല്ലാം ചെയ്യും. ഒരു യുദ്ധത്തിലും അവൻ പരാജയപ്പെടുകയില്ല. ആരംഭത്തിൽ അവൻ വെളിപ്പെടുമ്പോൾ തന്നെ, രാജത്വം പ്രാപിക്കുമ്പോൾ തന്നെ അവൻ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടേയിരിക്കും. പരാജയം എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ കഴിയുകയില്ല. അങ്ങനെ 4 കാര്യങ്ങൾ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. 1, അവൻ വെള്ളക്കുതിരപ്പുറത്ത് വെളിപ്പെടും. ഇത് സമാധാനപരമായി അവൻ രാജ്യത്വം ഏറ്റെടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. 2, അവന്റെ കയ്യിൽ വില്ലുണ്ട്. വില്ല് യുദ്ധത്തെ കുറിക്കുകയാണ്, പക്ഷെ അമ്പില്ല. അമ്പില്ലാത്ത സമാധാനപരമായും തന്ത്രപരമായും രാജ്യത്തെ കൈവരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. 3-മത്തേത്, അവന് ഭരണം ലഭിച്ചു, കിരീടം ലഭിച്ചു. ഭരിക്കുന്ന അധികാരം മറ്റുള്ളവരിൽ നിന്ന് എതിർ ക്രിസ്തു ഏറ്റുവാങ്ങും. 4-മത്തേത്, അവൻ യുദ്ധത്തിൽ പരാജയപ്പെടുവാൻ ഒരു നാളും ഇടയാകുന്നില്ല. അവൻ എല്ലാ യുദ്ധത്തിലും ജയിച്ചു വരുന്നവനായിരിക്കും.
അവന്റെ പ്രവർത്തികളിൽ ഒന്ന് സമാധാനപരമായി ഭരണം ഏറ്റെടുക്കുന്നവൻ. രണ്ടാമത്തെ കാര്യം, ലോകത്തിലുള്ള സകല ജാതികൾ, സകല ഭാഷക്കാർ ഭരിക്കാനുള്ള അധികാരമാണ് ഈ 10 രാജാക്കന്മാരിൽ നിന്നും അവൻ ഏറ്റെടുക്കുന്നത്. ലോകം മുഴുവനും അവൻ ഭരിക്കുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ലോകം മുഴുവനും അവൻ ഭരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ പറയുന്നത്. പ്രവചനാത്മാവിൽ വെളിപ്പാട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് സകല ഗോത്രത്തിന്മേലും, സകല ഗോത്രം എന്ന് പറയുന്നത് ഇസ്രായേൽ രാജ്യത്തുള്ള 12 ഗോത്രം, 2 വംശത്തിന്മേലും, ഇസ്രായേൽ രാജ്യത്തിന് പുറത്തുള്ള സകല വംശങ്ങൾ, 2 ഭാഷമേലും, ലോകം മുഴുവനും 6000-ൽ പരം ഭാഷ സംസാരിക്കുന്നവരുണ്ട്. ആ ഭാഷ സംസാരിക്കുന്ന എല്ലാവരുടെ മേലും, ജാതികളുടെ മേലും. ജാതികൾ എന്ന് പറയുന്നത് 2 അർത്ഥത്തിലാണ്. ഒന്ന്, പുറജാതികൾ. ഇന്ന് ഇസ്രായേൽ ജനത്തെ ഒഴിച്ച് ലോകത്തിൽ കാണുന്ന സകല ജനങ്ങളും ജാതികൾ, പുറജാതികൾ ഉൾപ്പെട്ടവരാണ്. ആ അർത്ഥത്തിൽ ലോകം മുഴുവനുമുള്ള ജാതികൾ മേലും. രണ്ടാമത്തെ അർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിൽ ജാതികൾ എന്ന് വേർതിരിച്ചു വരുമ്പോൾ ഒരു ജാതിയല്ല, യഹൂദനെ ഒഴിച്ച് ഒരു ജാതിയല്ല ലോകത്തിൽ നടക്കുന്നത്. എത്രയോ ജാതികൾ, ഇന്ത്യയിൽ മാത്രം ആയിരക്കണക്കിന് ജാതികൾ നടക്കുക. അപ്പൊ എല്ലാ ജാതികളുടെ മേലും ഭാഷക്കാരുടെ മേലും ലോകത്തിൽ അവൻ ഭരിക്കാത്ത ദേശങ്ങൾ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോകം മുഴുവൻ ഭരിക്കാനുള്ള അധികാരം റോമ സാമ്രാജ്യത്തിന് പിന്തുടർച്ചയായി വരുന്ന 10 രാജാക്കന്മാർ, 10 രാജ്യങ്ങൾ, 10 രാജ്യ നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് അവർ തങ്ങളുടേതായ ആധിപത്യവും അധികാരവും, ഇതാ എതിർ ക്രിസ്തുവേ അല്ലെങ്കിൽ രാജാവേ, അങ്ങ് ലോകം മുഴുവനും എല്ലാ ഭാഷക്കാരുടെ മേലും ജാതിയുടെ മേലും വംശങ്ങളുടെ മേലും ഗോത്രങ്ങളുടെ മേലും ഭരിക്കുവാൻ ഞങ്ങൾ ഇത് അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് റെക്കോർഡിക്കലായി, ഒഫീഷ്യലായി, ഗവൺമെന്റ് പരമായി നിയമപ്പെടുത്തി അവർ അധികാരം അവന് കൊടുക്കുകയാണ്. അപ്പൊ ഈ 10 രാജ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രവചനത്തിൽ ദാനിയേലിലും വെളിപ്പാടിലും അതിനെക്കുറിച്ച് വ്യക്തമായി കാണുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 42 മുതൽ 44 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ രണ്ടാം അധ്യായം മുഴുവനും നെബൂഖദ്നേസർ രാജാവിന് ദൈവം ഒരു ദർശനം കൊടുക്കുക, ഒരു ബിംബത്തിന്റെ ദർശനം കൊടുക്കുകയാണ്. ആ 2-ാം അധ്യായത്തിൽ കാണും. ആ ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും അതിന്റെ ഭുജവും നെഞ്ചും വെള്ളി കൊണ്ടും അരയും വയറും താമരം കൊണ്ടും കാലുകൾ 2 ഇരുമ്പ് കൊണ്ടും കാൽപാദങ്ങൾ വിരലുകളും പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ട് ഇരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. ഈ 2 കാലുകളിലും 10 വിരലുകൾ ഇരിക്കുക. ഈ 10 വിരലുകൾ 10 രാജാക്കന്മാരിന് അടയാളമായിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഈ ദർശനം കണ്ടത് BC 603 നെബൂഖദ്നേസർ രാജാവ് കണ്ട ദർശനമാണ്. എന്നാൽ BC 541 ദാനിയേൽ പ്രവാചകൻ ഒരു ദർശനം കാണുകയാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 7-ഉം 8-ഉം വാക്യത്തിൽ, രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിന് കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിൽ വെച്ച് ഇത് വ്യത്യസ്തമുള്ളതായിരുന്നു. അതിന് 10
10 കൊമ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ഈ 10 കൊമ്പ് എന്ന് ദാനിയേലിന് BC 541 അന്ന് ദാനിയേൽ പ്രവാചകൻ കണ്ട ദർശനത്തിൽ ഒരു നാലാമത്തെ മൃഗമായ ഘോരവും ഭയങ്കരമായ മൃഗം, അത് റോമ സാമ്രാജ്യം എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ റോമ സാമ്രാജ്യം 10 കൊമ്പുകൾ. രണ്ടാമത്തേതിൽ കണ്ട 10 വിരലും ഇവിടെ കണ്ട 10 കൊമ്പും 10 രാജ്യങ്ങൾ 10 രാജാക്കന്മാരെന്ന്. ഇനി മൂന്നാമത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ വെളിപ്പാട് പുസ്തകം കാണുന്നത് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് കാണുന്നത് AD 90കളിലാണ്. യോഹന്നാൻ ദർശിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യത്തിലും 17-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലും അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലദൂഷണനാമമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇത് എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ മൃഗത്തിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. ആ 10 കൊമ്പുകളിൽ നിന്നാണ് എതിർ ക്രിസ്തു കടന്നു വരുന്നതെന്ന് 13:1 താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇനി അതേ കാര്യം 17-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലും നമുക്ക് കാണാം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, 10 രാജ്യങ്ങൾ, 10 രാജ്യ തലവന്മാർ ചേർന്നാണ് എതിർ ക്രിസ്തുവിന് ലോകം മുഴുവനും ഭരിക്കാനുള്ള അധികാരം അവന് ലഭിക്കുന്നത്. BC 603 നെബൂഖദ്നേസർ രാജാവിന് വെളിപ്പെടുത്തി കൊടുത്ത് 10 വിരൽ. ഇനി BC 541 ദാനിയേൽ പ്രവാചകന് റോമ സാമ്രാജ്യത്തിന് തുടർച്ചയായി 10 കൊമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി AD 90 ആയപ്പോൾ 90 കാലഘട്ടങ്ങളിൽ അപ്പോസ്തലനായ യോഹന്നാന് ദൈവദർശനം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് 10 കൊമ്പുള്ള ഒരു മൃഗത്തെ കുറിച്ച്. ആ 10 കൊമ്പുകളും 10 രാജ്യ തലവന്മാർ, 10 രാജാക്കന്മാർ. അപ്പോൾ ഈ 10 രാജ്യത്തിലുള്ള നേതാക്കന്മാർ ചേർന്ന് തങ്ങളുടേതായ ആധിപത്യത്തെയും അധികാരത്തെയും ഭരണ നിയമത്തെയും എതിർ ക്രിസ്തുവിന് കൊടുക്കുന്നു. അവരിൽ നിന്നാണ് എതിർ ക്രിസ്തുങ്ങളെ തന്റെ കിരീടം പ്രാപിക്കുന്നു, രാജ്യത്തെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമായി പ്രവചനാത്മാൽ പറഞ്ഞിരിക്കുന്നത്. ചിലർ പറയുന്ന പോലെ യെരുശലേമിന് ചുറ്റുമുള്ള ഏഷ്യ മൈനറെ മാത്രമല്ല ഭരിക്കുന്നത്, സകല വംശം, സകല ഗോത്രം, സകല ഭാഷ, സകല ജാതികൾ, അങ്ങനെ വരുമ്പോൾ ലോകം മുഴുവനും ഭരിക്കാനുള്ള അധികാരമുള്ളവനായി അവൻ കടന്നു വരും. രണ്ടാമത്തെ അവന്റെ പ്രവൃത്തി റോമ സാമ്രാജ്യത്തിൽ നിന്ന് ഉടലെടുത്തു വരുന്ന 10 രാജ്യങ്ങളും രാജ്യത്തലവന്മാരുടെ അധികാരം അവൻ ഏറ്റെടുത്ത് ലോകം മുഴുവനും ഭരിക്കുന്നവനായി കടന്നു വരും. ഇനി മൂന്നാമത്തെ അവന്റെ പ്രവൃത്തി അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ലോകത്തിലുള്ള പലരോടും പല രാജ്യങ്ങളോടും അവൻ 7 വർഷത്തേക്ക് ഉടമ്പടി ചെയ്യും. പ്രത്യേക യഹൂദന്മാരോടും 7 വർഷത്തേക്ക് ഉടമ്പടി ചെയ്യുന്ന വ്യക്തിയായിരിക്കും എതിർ ക്രിസ്തു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഖനനയാകവും ഭോജനയാകവും നിർത്തലാക്കുകയും മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരി. ഇവിടെ നമുക്ക് വായിക്കുന്നത് അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ഒരാഴ്ചവട്ടം. ഈ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് ഈ 9-ാം അധ്യായത്തിൽ നാം വായിച്ചു വരുമ്പോൾ ദൈവം ദാനിയേലിന് 70 ആഴ്ചവട്ടം എന്നുള്ള ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ 70 ആഴ്ചവട്ടത്തെ 3 ആയി തിരിച്ചിരിക്കുക.
അതിൽ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം, ഒരാഴ്ചവട്ടം എന്ന് 3 തിരിച്ചിരിക്കുന്നു. അപ്പൊ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം, 62ഉം 7ഉം 69, ഒരാഴ്ചവട്ടം. ഇതിനെ വിശദീകരിച്ച് പറയേണ്ടതാണ് 70 ആഴ്ചവട്ടം എന്നുള്ള വിഷയത്തെ പിന്നിടത്തേലും ഞാൻ വീഡിയോ ഇടാം. അപ്പൊ അതിൽ 7 ആഴ്ചവട്ടം മുതൽ വീണ്ടും 62 ആഴ്ചവട്ടം, അങ്ങനെ 69 ആഴ്ചവട്ടം എന്ന് പറഞ്ഞു തീരുന്നത് യേശുക്രിസ്തു ക്രൂസിൽ അല്ലെങ്കിൽ മശിഹ ക്രൂസിൽ അടിക്കപ്പെടുന്നത് വരയ്ക്കും, ക്രൂസിൽ മരിക്കുന്ന വരയ്ക്കുമുള്ള കാലഘട്ടമാണ്. ഇനി യേശു ക്രൂസിൽ മരിക്കപ്പെട്ട കാലം മുതൽ ഈ കാലഘട്ടം വരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വരയ്ക്കുമുള്ള സമയത്തെ ദാനിയേൽ പ്രവാചകന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതാണ് കൃപായുഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരാഴ്ചവട്ടം ശേഷിച്ചിരിക്കുന്നു. ആ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. ആ 7 ദിവസം ഒരു ദിവസം, ഒരു വർഷം എന്നുള്ള കണക്കിൽ 7 ദിവസം എന്ന് പറയുന്നത് ഒരാഴ്ച. ആ ഒരാഴ്ച എന്ന് പറയുന്നത് 7 വർഷം. അങ്ങനെയാണ് പ്രവചനാത്മാവിൽ അത് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചവട്ടം എന്ന് പറയുന്ന 7 വർഷത്തേക്ക് എതിർക്രിസ്തു ലോകത്തിൽ പലരോടും അവൻ നിയമം ചെയ്യും. രണ്ടാമത്തെ കാര്യം, യഹൂദന്മാരോട് നിയമം ചെയ്യും എന്നുള്ളതിന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, ഈ ആഴ്ചവട്ടം പാതിയാകുമ്പോൾ, എന്നുവെച്ചാൽ 3.5 വർഷം ആകുമ്പോൾ, ഹോമയാഗവും ഭോജനയാഗവും അവൻ നിർത്തലാക്കും. അപ്പോൾ ഖനനയാഗവും ഹോമയാഗവും എന്ന് പറയുന്നത് ഇസ്രായേൽ ജന ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന യാഗങ്ങളാണ്. ഈ യെരുശലേമിൽ ഇന്ന് യഹൂദന്മാർക്ക് ദേവാലയമില്ല. അപ്പൊ എതിർക്രിസ്തു കടന്നു വരുമ്പോൾ ഈ യെരുശലേം ദേവാലയം ഇസ്രായേൽ ജനം പണിയുവാനുള്ള അനുവാദം കൊടുക്കും. അവൻ മുൻനിന്ന് ഈ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതിന് പ്രവചനാത്മാവിൽ ഒരു സംശയമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ 3.5 വർഷം ആകുമ്പോൾ ഈ യെരുശലേം ദേവാലയം പണിയപ്പെട്ട് പഴയമം പോലെ യാഗങ്ങളും ഖനനയാഗവും ഭോജനയാഗങ്ങളും അർപ്പിക്കപ്പെട്ട് ദൈവത്തെ അവർ മഹത്വപ്പെടുത്തും എന്നുള്ളത് സ്പഷ്ടമാണ്. ഒരു ആഴ്ചവട്ടത്തിന്റെ പകുതിയാകുമ്പോൾ എന്ന് പറഞ്ഞ 7 വർഷത്തിന്റെ പകുതിയാകുമ്പോൾ 3.5 വർഷം ഈ ഖനനയാഗവും ഭോജനയാഗവും അവൻ നിർത്തലാക്കും എന്നാണ് അവിടെ കാണുന്നത്. ആ നിലയിൽ നാം മനസ്സിലാക്കുമ്പോൾ യഹൂദന്മാരോടും അവൻ നിയമം ചെയ്യുന്നവനായിരിക്കും 7 വർഷം. അങ്ങനെ നിയമം ചെയ്ത് പകുതിയാകുമ്പോൾ അവന്റെ അടുത്ത പ്രവൃത്തി എന്ന് പറയുന്നത്, ഒന്ന്, അവൻ ഖനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കും. രണ്ടാമത്തത്, ദാനിയേൽ 11:31 വാക്യം വായിക്കുമ്പോൾ, അവനയച്ച ശൂന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്യും. ദൈവത്തിന്റെ ആലയത്തെ അവൻ ഹോമയാഗം നിർത്തലാക്കുന്നത് മാത്രമല്ല, ദൈവത്തിന്റെ ആലയത്തെ അവൻ അശുദ്ധമാക്കും. മൂന്നാമത്തത്, ആ ജെറുസലേം ദേവാലയത്തിനകത്ത് ശൂന്യമായതിനെ ഏർപ്പെടുത്തും, മ്ലേച്ഛതകളെ ഏർപ്പെടുത്തും. അതേ 31 വാക്യത്തിൽ, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. യെരുശലേം ദേവാലയത്തിനകത്ത് ബിംബം സ്ഥാപിക്കുവാൻ ഒരിക്കലും ഇസ്രായേൽ ജനം അനുവദിക്കത്തില്ല. ദേവാലയത്തിൽ അവൻ യാഗങ്ങളെ നിർത്തലാക്കുന്നത് മാത്രമല്ല, 2, അവൻ അശുദ്ധമാക്കുന്നത് മാത്രമല്ല, 3, ദൈവത്തിനും ഇസ്രായേൽ ജനത്തിനും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം മ്ലേച്ഛ വിഗ്രഹത്തെ ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ട് അവൻ സ്ഥാപിക്കും.
അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, യഹൂദന്മാർക്ക് മനസ്സിലാകുന്നത് എതിർ ക്രിസ്തുവല്ല മശിഹ നേരത്തെ വന്നിട്ട് പോയി എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. ഇനി നാലാമത്തത്, മ്ലേച്ഛമാക്കിയ ബിംബത്തെ സ്ഥാപിച്ച അതേ ദേവാലയത്തിൽ അവൻ ദൈവത്തെ പോലെ ഇരിക്കുമെന്ന് 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അപ്പോൾ 4-ാമത്തെ കാര്യം, അവൻ ദൈവത്തിന്റെ ആലയത്തെ അശുദ്ധമാക്കുന്നത് മാത്രമല്ല, അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സിംഹാസനത്തിൽ ഞാൻ തന്നെയാണ് ദൈവം എന്ന് അവൻ പറഞ്ഞ് അവനെ നമസ്കരിപ്പാൻ എല്ലാവരെയും നിർബന്ധിക്കും. പ്രിയമുള്ളവരെ, എല്ലാ വിഷയങ്ങളെയും ഈ വീഡിയോയിൽ ഇനി പങ്കുവയ്ക്കുവാൻ സമയമില്ല. അതുകൊണ്ട് ശേഷമുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. അപ്പോൾ എതിർക്രിസ്തുവിനെ അടയാളം കണ്ടെത്തുന്നത് എങ്ങനെ? 2-ാമത്തെ കാര്യം, അവന്റെ പ്രവർത്തികളിലൂടെ എതിർക്രിസ്തുവിനെ അടയാളം കാണാൻ കഴിയും. 1, അവൻ സമാധാനമായി നുഴഞ്ഞു കയറി രാജാക്കന്മാരിൽ നിന്ന്, ലോകരാഷ്ട്ര നേതാക്കന്മാരിൽ നിന്ന് രാജത്വത്തെ അവൻ പ്രാപിക്കുന്നു, കിരീടം പ്രാപിച്ചു. 2-ാമത്തത്, അവൻ ഒരു നിശ്ചിത പ്രദേശത്തിൽ മാത്രമല്ല, ഏഷ്യ മൈനറിൽ മാത്രമല്ല, സകല ഗോത്രം, സകല വംശം, സകല ഭാഷക്കാർ, സകല ജാതികൾ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ലോകം മുഴുവനും അവൻ ഭരിക്കുന്ന മനുഷ്യനായിരിക്കും. 3-ാമത്തത്, ലോകത്തുള്ള പല രാജ്യ നേതാക്കന്മാരോടും 7 വർഷത്തേക്ക് അവൻ നിയമം ചെയ്യും. പ്രത്യേകാൽ യഹൂദ ജനത്തോടും യഹൂദന്മാരോടും 7 വർഷത്തേക്ക് അവൻ ഉടമ്പടി ചെയ്ത് 7 വർഷത്തിന്റെ മധ്യഭാഗമാകുമ്പോൾ അവൻ ആ ഉടമ്പടിയെ മുറിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തെ ഉള്ള ആരാധനകളെയും യാഗങ്ങളെയും വഴിപാടുകളെ നിർത്തലാക്കി ദൈവത്തിന്റെ ആലയത്തെ അവൻ അശുദ്ധമാക്കി. ദൈവത്തിന്റെ ആലയത്തിൽ മ്ലേച്ഛ വിഗ്രഹങ്ങളെ നിർത്തി. ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തെ പോലെ അവൻ ഇരുന്ന് ഞാൻ ദൈവം എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും എതിർക്രിസ്തുവായിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, തിരുവചനത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ശേഷമുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ഈ സത്യങ്ങളെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എതിർക്രിസ്തു വെളിപ്പെടുവാനുള്ള കാലഘട്ടങ്ങൾ ഏറ്റവും ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ആത്മീയ ഗോളം ഒട്ടുമൊത്തം കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന കാലമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിന്റെ വരവിന് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. കാരണം അവൻ വാക്കു പറഞ്ഞവൻ വാക്കു മാറുകയില്ല, വരിക തന്നെ ചെയ്യും. പക്ഷെ അവൻ വെളിപ്പെടുന്നതിന് മുൻപ് ലോകത്തെ മുടിക്കുവാൻ, ദൈവമക്കളെ ഒടുക്കിക്കളയുവാൻ എതിർക്രിസ്തു എന്ന ഒരു ഏകാധിപതി, ലോക ഏകാധിപതി വെളിപ്പെടുവാൻ പോകുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം, അതിൻ്റെ പ്രാരംഭ സംഭവങ്ങളെല്ലാം ഇന്നും നിവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക, നമ്മുടെ കണ്ണു മുൻപിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഏറെ താമസമില്ല. അവൻ വെളിപ്പെടുമ്പോൾ അവനിൽ നിന്ന് തെറ്റി ഒഴിയുവാനും കർത്താവിന്റെ വരവിന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കുവാനും ഇടയാകേണ്ടതിനു വേണ്ടി ഈ നാളുകൾ വളരെ പ്രാർത്ഥനയോട് വീണ്ടും തിരുവചനങ്ങളെ വ്യക്തമായി ഒന്ന് പഠിച്ചു മനസ്സിലാക്കി, കർത്താവേ ആത്മീക സത്യങ്ങളെ ഗ്രഹിപ്പാൻ കൃപ തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചന വെളിച്ചം പ്രാപിച്ചുകൊണ്ടും കർത്താവിന്റെ വരവിന് വേണ്ടിയും ഒരുങ്ങുവാൻ ഈ നാളുകൾ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്നുള്ള വാക്കോടുകൂടെ ഈ വീഡിയോയിൽ എൻ്റെ വാക്കുകൾ കുത്തോടും. ശേഷമുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും കർത്താവ് നാം എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. മാരനാഥ.
May God bless you.